ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, കഠിന കടോരമയാണ്ടകട എന്ന് പറഞ്ഞിട്ട്. അത് സത്യത്തിൽ തിയേറ്ററിൽ അത്ര വർക്കായിരുന്നില്ല പടം. പക്ഷേ OTTയിൽ ഇറങ്ങിയ സമയത്ത് വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ടെൻഷനും ഒരു സങ്കടവും വേദനയും ഒക്കെ ഭയങ്കര ഭീകരമായിരുന്നു. കാരണം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് ഒരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, നമ്മളതിന് എഫേർട്ട് എടുക്കുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും ഒക്കെയാണ് സിനിമ ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ചില ഡയറക്ടേഴ്സ് റിസൾട്ടിൽ ബോധേഡാവാറില്ല. പക്ഷെ എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ, നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വളരാനും മുന്നോട്ട് പോകാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ടാമതൊരു പടമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് തിയേറ്ററിൽ അതെങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു ഞാനും ഗോവിന്ദും അല്ലെങ്കിൽ ലുക്കും ധ്യാനും എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തതും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് സിനിമനെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതും ഒക്കെ ഇപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ, നല്ല റിവ്യൂസ് വരുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ അടുത്ത സിനിമ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ തിയേറ്ററിലേക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള സാധനം ഇനിയും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനിൻ്റെ ഫേസസ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ധ്യാൻ എപ്പോഴും ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട്, നമ്മളെയൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂക്കഡ് ഫേസും ഉണ്ട്. ആ ഫേസ് ആയിരുന്നു എനിക്ക് സത്യത്തിൽ വേണ്ടിയിരുന്നത്. അതാണ് ധ്യാനിലേക്ക് എത്താനുണ്ടായിട്ടുള്ള റീസൺ. കഠിന കടോരം കണ്ടകടത്തിന് ശേഷം വീണ്ടും ഗോവിന്ദ് വസന്താണ്. അപ്പം ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പടത്തില്. എന്താണ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു പ്രചോദനം? ആക്ച്വലി ഗോവിന്ദാണ് എൻ്റെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ ഒരു വലിയ ഫാക്ടറാണ്, ആൻഡ് ക്യാമറമാൻ. ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ. സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ. പിന്നെ വരുന്നത് മ്യൂസിക്. മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക്, അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കഠിന കടോരമി അണ്ടകടാവ് എന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ്. ഗോവിന്ദിൻ്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത്രമാത്രം ഇൻറ്റൻസോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ്. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഗോവിന്ദ് ചിന്തിക്കുന്നതും ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി അങ്ങനെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഗോവിന്ദിനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിന് ആര് വേണം? നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പുള്ളൊരു മനുഷ്യനായിരിക്കണം, പക്ഷെ സ്റ്റാർഡം ഉണ്ടാകാൻ പാടില്ല. സ്റ്റാർഡം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ അല്ലാത്ത ഒരാൾ എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നതും ഗോവിന്ദിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്.